2026 ബ്രഹ്മകുമാരീസ് എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ 90-ാം വർഷം ആഘോഷിക്കുകയാണ് നമ്മൾ. അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് രാജസ്ഥാനിൽ നിന്ന് നമ്മളുടെ മെഡിക്കൽ വിങ്, ബ്രഹ്മകുമാരീസിൻ്റെ മെഡിക്കൽ വിങ്ങിൻ്റെ ഒരു വളരെ വലിയൊരു ക്യാമ്പയിൻ, ഇന്ത്യ മുഴുവനും 10 കോടി പേരുടെ ലഹരി മുക്ത പ്രതിജ്ഞ എടുപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 6 മുതൽ 20 വരെയാണ് ഈ ക്യാമ്പയിൻ, ഈ മഹാ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നത്. ഈ 6-ാം തീയതി ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ ഹോളിഡേയ്സ് കുറവാണ് വിദ്യാലയങ്ങൾക്ക്. പക്ഷേ കോളേജുകൾ അതൊരു പ്രശ്നമല്ല. ഇത് നമുക്ക് എല്ലാവരും നല്ല തുറന്ന സ്വീകരണമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ നെടുമങ്ങാട് വെച്ചാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അത് നെടുമങ്ങാട് നമ്മളുടെ ബ്രാഞ്ചിൻ്റെ 15-ാം വാർഷികത്തോടനുബന്ധിച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ മഹാ ക്യാമ്പയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട നമ്മളുടെ മുഖ്യമന്ത്രി തന്നെയാണ്, ശ്രീ സതീശൻ അവർകളാണ് നടത്താൻ പോകുന്നത്. ഇത് ആഗസ്റ്റ് 4 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:30 മണിക്ക് നടക്കും. അത് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച്, നെടുമങ്ങാടിൻ്റെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച്. അപ്പം ഇതിൽ നമ്മൾ ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഇത് നടത്താൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളുടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചീഫ് പ്രകാശ് മണി ദാദിജിയുടെ സ്മരണ നാളാണ് ആഗസ്റ്റ് 25. അപ്പോൾ ആ ഒരു സ്മരണാർത്ഥമാണ് ഇത് നടത്തുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ യൂത്ത് ഡേ വരുന്നുണ്ട് ആഗസ്റ്റ് 12-ന്. പിന്നെ നമ്മളുടെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15-നാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ ഈ വർഷം പറയുന്നത് ലഹരിയുടെ സ്വാതന്ത്ര്യമാണ്. ലഹരിയിൽ നിന്ന് നമുക്ക് ഭാരതത്തിനെ മുക്തമാക്കണം. കഴിഞ്ഞ 2011 തൊട്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഈ ലഹരി മുക്ത വാഹനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് കേരളത്തിലുണ്ടായിരുന്നു, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ഈ ആഗസ്റ്റ് മാസത്തിൽ 90-ാം വർഷത്തോടനുബന്ധിച്ചുള്ള ഒരു മഹാ ക്യാമ്പയിനാണ്. ഇന്ത്യയിലുടനീളം 10 കോടി പേരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. രാജ്യവ്യാപകമായിട്ട് ഒരു ലഹരി വിരുദ്ധ യജ്ഞമാണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും പിന്നെ അവരുടെ നശാമുക്ത അഭിയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു. അതുപോലെ മിഷൻ സ്പന്ദൻ ചേർന്ന്. ഇതോടനുബന്ധിച്ച് നമ്മൾ അന്ന് ചൊവ്വാഴ്ച ആഗസ്റ്റ് 4-ന് ഒരു ലഹരി മുക്ത സന്ദേശ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നെടുമങ്ങാടാണ് അതൊക്കെ നടക്കുന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ നമുക്ക് പറയാൻ സാധിക്കും വളരെ അഭിമാനത്തോടെ, ബ്രഹ്മകുമാരീസിന് ഏകദേശം 25 ലക്ഷം ഫാമിലി ഇതിൽ ഇത്രയും നാളായിട്ട് 1936 ആരംഭിച്ച് ഇത്രയും നാളായിട്ട് ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ലഹരി ഉപയോഗിക്കാത്തവരാണ്. അത് നമുക്ക് പറയാൻ സാധിക്കും. ലക്ഷങ്ങളാണ് യുവാക്കളുള്ളത്. നമ്മളുടെ ഇതിലത്തെ ഡെഡിക്കേറ്റഡ് മെമ്പേഴ്സ് എല്ലാം തന്നെ യുവാക്കളാണ്, യുവാക്കളാണ്. മാത്രമല്ല നമുക്ക് വലിയൊരു യൂത്ത് വിങ് ഉണ്ട്. ഇവരെല്ലാവരും ലഹരി ഉപയോഗിക്കാത്തവരാണ്. അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കും. അപ്പം നമ്മളുടെ രാജയോഗം മെഡിറ്റേഷൻ അതിനുള്ള ഒരു വലിയ മന്ത്രമാണ്. ഈ ധ്യാനത്തിലൂടെ മെൻ്റൽ പവർ, മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആർക്കും ഈ ലഹരിയിൽ നിന്ന് മുക്തമാകാം എന്ന് ബ്രഹ്മകുമാരീസ് വാഗ്ദാനം ചെയ്യുന്നു. പ്രത്യേകമായിട്ടും നമ്മൾ സ്കൂൾ, കോളേജ്, യുവസംഘടനകൾ അങ്ങനെയാണ് പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും അതേപോലെ എല്ലാവർക്കും, അതായത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ആ നോട്ടീസിൻ്റെ ബാക്കിൽ തന്നെ ഒരു QR കോഡും ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കും സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലോ നേരിട്ട് ഈ പ്രതിജ്ഞ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നവരെ എല്ലാവരെ കൊണ്ടും ഈ പ്രതിജ്ഞ ചെയ്യിക്കാം. അപ്പം നമ്മളൊരു പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഒരു മാറ്റം വരാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. അപ്പം ഇവിടെ ഒരു പ്രതിജ്ഞ എടുക്കുക എന്നത് മാത്രമല്ല, നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലഹരിയിൽ നിന്നും മാറി ജീവിക്കുക എന്നതിന് പകരം നമ്മൾ ലഹരി ഉപയോഗിക്കാത്ത ഒരു ജീവിത ശൈലി, ഒരു ഭാരതത്തിൻ്റെ പൈതൃകമായ ജീവിതശൈലി, ലഹരിയിൽ നിന്നും മുക്തമായ ഒരു ജീവിത ശൈലി കൊണ്ടുവരിക. അതേപോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണല്ലോ പലരും ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പോസിറ്റീവായി എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ജീവിക്കാം, എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ എങ്ങനെ നിലനിർത്താം. അതുപോലെ പലപ്പോഴും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മൂല്യ അധിഷ്ഠിതമായ ഒരു ജീവിതം,
അതുപോലെ ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിജ്ഞയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ദയ കാണിക്കുക. ആരോട്? സ്വയത്തിനോട്. നമ്മൾ നമ്മളോട് കാണിക്കുന്ന ദയയാണ് നമ്മൾ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മുക്തമാവുക എന്നത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മൾ നമ്മളോട് കാണിക്കുന്ന ദയ, നമ്മുടെ കുടുംബത്തിനോട് കാണിക്കുന്ന ദയ, അതുപോലെ നമ്മുടെ ഒരു വികസിതമായ ഒരു ഭാരതത്തിൻ്റെ അടിത്തറയ്ക്ക് യുവജനങ്ങൾ ലഹരി വിമുക്തമാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭാവനയാണ് ഈ പ്രതിജ്ഞ. അതുകൊണ്ട് ഇത് കേവലം ഒരു വാക്കുകളല്ല, ഇത് നമ്മൾ എല്ലാ പേരും ഒത്തുചേർന്ന് ഇത് വിജയിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ രാഷ്ട്രത്തിനായി നമ്മുടെ എല്ലാവരും, നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രതിജ്ഞ എടുക്കാൻ നമ്മൾ സ്വാഗതം ചെയ്യാം.